അന്നേരം കിട്ടിയത് വേണാട് എക്സ്പ്രസ് ആണ്. വേണാട് എക്സ്പ്രസ്സിൽ യാത്ര ചെയ്ത് വരുമ്പോൾ കടയ്ക്കാവൂര് കഴിഞ്ഞപ്പോൾ ഏകദേശം ട്രെയിനിലുള്ള ആളുകളൊക്കെ ഏകദേശം പൂർണ്ണമായും തീർന്നു. അപ്പം ഇവരുടെ രണ്ടുപേരുടെ ഇടയ്ക്കൊരു ചേച്ചി ഇരിപ്പുണ്ടായിരുന്നു. ട്രെയിനിൽ പെൺകുട്ടിക്ക് നേരെ വീണ്ടും ലൈംഗിക അതിക്രമം. പരാതി കൊടുത്ത് FIR കേസെടുത്തു. സ്റ്റേഷനിലാ? റെയിൽവേ പോലീസ് സ്റ്റേഷൻ, തിരുവനന്തപുരം. വീട്ടിൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങി വരുന്ന വഴിയായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത്. അവരൊക്കെ അറിയിച്ച് കേസ് സെറ്റിൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും നോക്കി. എന്തായാലും വീണ്ടും ഒരു സൗമ്യ ഉണ്ടാകാൻ അദ്ദേഹം അനുവദിക്കില്ല എന്ന് തന്നെയാണ്. ട്രെയിനിൽ പെൺകുട്ടിക്ക് നേരെ വീണ്ടും ലൈംഗിക അതിക്രമം. വേണാട് എക്സ്പ്രസിലായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. തിരുവനന്തപുരം സ്വദേശിയും ഹൈക്കോടതി പ്ലംബിംഗ് ഓപ്പറേറ്ററുമായ സതീഷ് കുമാറാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. പെൺകുട്ടി ഈ സംഭവം നടന്നതിനെ തുടർന്ന് പെൺകുട്ടിയുടെ ദേഹത്തിൽ ആ വ്യക്തി സ്പർശിക്കുകയായിരുന്നു. അതിനെ തുടർന്നായിരുന്നു പെൺകുട്ടി റെയിൽവേ പോലീസിൽ വിവരം അറിയിക്കുന്നത്. അതിനെ തുടർന്ന് പോലീസ് എത്തുകയും ഈ ഒരു വ്യക്തിയെ പിടികൂടുകയുമായിരുന്നു. പിടികൂടിയതിനെ തുടർന്ന് ഈ പെൺകുട്ടിയുടെ അച്ഛനും അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ ബന്ധുക്കളും എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുന്നത് ആ പെൺകുട്ടിയുടെ അച്ഛനാണ്. ആ അച്ഛൻ്റെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പറഞ്ഞോളൂ, എന്തായിരുന്നു സംഭവിച്ചത് സർ? മോളവിടെ തൃശ്ശൂർ ലോ കോളേജിലാണ് പഠിക്കുന്നത്. അപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ അല്ലാതെ വെള്ളിയാഴ്ച മോള് തിരിച്ച് വീട്ടിലേക്ക് വരാറുണ്ട്. അപ്പം അന്നേരം കിട്ടിയത് വേണാട് എക്സ്പ്രസ് ആണ്. വേണാട് എക്സ്പ്രസ്സിൽ യാത്ര ചെയ്ത് വരുമ്പോൾ കടയ്ക്കാവൂര് കഴിഞ്ഞപ്പോൾ ഏകദേശം ട്രെയിനിലുള്ള ആളുകളൊക്കെ ഏകദേശം പൂർണ്ണമായും തീർന്നു. അപ്പം ഇവരുടെ രണ്ടുപേരുടെ ഇടയ്ക്കൊരു ചേച്ചി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അവര് ആ കടയ്ക്കാവൂര് ഇറങ്ങിപ്പോയി. പിന്നെ മോളും ഇയാളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു സീറ്റിൽ. പിന്നെ അപ്പുറത്തോട്ട് ഇപ്പൊ അങ്ങ് കോച്ചിലൊന്നും വലുതായിട്ട് ആൾക്കാരില്ലായിരുന്നു. അപ്പൊ ഇയാള് ഉറങ്ങുന്ന പോലെ ഇങ്ങനെ ബാഗിന്റെ പുറത്തേക്ക് തല വെച്ചിങ്ങനെ ഇരുന്നിട്ട് ഇയാളത്തെ കൈ കൊണ്ട് ഇങ്ങനെ മോളുടെ ശരീരത്ത് പിടിക്കുകയാണ് ചെയ്തത്. സംഭവം? ഇത് ചിറയൻകീഴിനും പേട്ട സ്റ്റേഷനും ഇടയ്ക്കായിട്ടാണ് സംഭവിച്ചത്. ഇതിപ്പം പരാതി കൊടുത്തിട്ടുണ്ടോ സ്റ്റേഷനിൽ? പരാതി കൊടുത്ത് FIR കേസെടുത്തു. ഏത് സ്റ്റേഷനിലാ? റെയിൽവേ പോലീസ് സ്റ്റേഷൻ, തിരുവനന്തപുരം, തമ്പാനൂർ. പ്രതിയെ പിടികൂടിയിട്ടുണ്ടോ? പ്രതിയെ അപ്പോഴും തന്നെ മോള് പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചു. പോലീസുകാർ ട്രെയിനിന്റെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ വന്ന് പിടിച്ചു. അയാളെ സ്റ്റേഷനിൽ ഹാജരാക്കി. ഞങ്ങൾ രണ്ടാമത് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത് FIR ഇട്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. ഈ കാര്യം സംഭവിച്ച ആദ്യം പറഞ്ഞപ്പോ പോലീസ് കേസെടുക്കാൻ തയ്യാറായോ, അല്ലെങ്കിൽ വിസമ്മതിച്ചോ? എന്തായിരുന്നു പോലീസിന്റെ ഒരു നിലപാട്? എന്തായിരുന്നു? പോലീസ് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാര് മറ്റവരുടെ ബന്ധുക്കളും ഒക്കെ ആയിട്ടൊക്കെ സംസാരിക്കുന്ന കണ്ടു. ആ യുവാവിന്റെ ബന്ധുക്കളും അവിടുത്തെ സ്റ്റേഷനിലെ പോലീസുകാരായിട്ടൊക്കെ സംസാരിച്ചു. ബന്ധുക്കളും കൂടെ ഉണ്ടായിരുന്നോ? ഇല്ല, അവരെല്ലാതെ അറിയിച്ചു. അവരൊക്കെ അറിയിച്ച് കേസ് സെറ്റിൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും നോക്കി. സെറ്റിൽ ചെയ്യാൻ വേണ്ടി. അപ്പൊ നിങ്ങൾ സമ്മതിച്ചില്ല? റെയിൽവേ പോലീസ് ആയിരുന്നു അല്ലേ ഇടപെട്ടത്? റെയിൽവേയിൽ കേരള പോലീസിന്റെ ഒരു വിങ് വർക്ക് ചെയ്യുന്നുണ്ട്. GRP എന്ന് പറയും അവര്. RPF അല്ല, GRP. ഒത്തുതീർപ്പിന് തയ്യാറായില്ലല്ലേ? ഇല്ല, ഒത്തുതീർപ്പൊന്നുമില്ല. ഇങ്ങനെയുള്ള കേസിലൊക്കെ എന്ത് ഒത്തുതീർപ്പാ? അവരതിനു വേണ്ടിയാണല്ലോ ശ്രമിച്ചത്. അതവര് ശ്രമിക്കാം. ഒരു ബന്ധുക്കൾക്ക് അറിയത്തില്ല എന്താ നടന്നതെന്ന്. അവള് ഇപ്പൊ പേടിച്ച് ട്രെയിനിൽ നിന്ന് ചാടിയിരുന്നെങ്കിൽ ഇവരെന്ത് ചെയ്തേനെ? വണ്ടിയിലാരുമില്ല. ഇപ്പൊ ഗോവിന്ദ ചാമിയെ പോലെ ഉള്ള സ്വഭാവക്കാരനായിരുന്നെങ്കിൽ സ്വാഭാവികമായി അവള് രക്ഷപ്പെടാൻ വേണ്ടി ട്രെയിനിൽ നിന്ന് ചാടൂലേ? വീണ്ടും സൗമ്യ വന്നേ. അപ്പൊ അതുണ്ടാകാതിരിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ അതിന്റെ ഇനിയായിട്ട് കുട്ടികൾക്കും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അത് മുന്നോട്ട് തന്നെ പോകും. ഈ ലൈംഗികാതിക്രമണത്തിന് ഇരയായ പെൺകുട്ടി തൃശ്ശൂർ ലോ കോളേജ് വിദ്യാർത്ഥിനിയായിരുന്നു. തൃശ്ശൂരിൽ നിന്നും വീട്ടിൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങി വരുന്ന വഴിയായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ ഒരു പ്രതിയുടെ ബന്ധുക്കളൊക്കെ ഒത്തുതീർപ്പിന് ശ്രമിച്ചിരുന്നെങ്കിലും ഈ ഒരു പെൺകുട്ടിയുടെ അച്ഛനും ബന്ധുക്കളും ഒന്നും അതിന് തയ്യാറായില്ല. അതിനെ തുടർന്ന് തമ്പാനൂർ പോലീസാണ് ഇത്തരത്തിൽ ആ പ്രതിയുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ പെൺകുട്ടിയുടെ അച്ഛൻ നമ്മളോട് സംസാരിച്ചതിൽ മനസ്സിലായത് എന്തായാലും വീണ്ടും ഒരു സൗമ്യ ഉണ്ടാകാൻ അദ്ദേഹം അനുവദിക്കില്ല എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു കൊടും കുറ്റവാളി ഗോവിന്ദചാമി
ജയിൽ ചാടിയ വിവരം നമ്മുടെ പ്രേക്ഷകരെല്ലാം അറിഞ്ഞിട്ടുണ്ടാകും. അതിനെ തുടർന്ന് ആ പ്രതിയെ പിടികൂടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ജയിൽ അധികൃതരുടെ വലിയൊരു വീഴ്ച തന്നെയാണ്. എന്തായാലും ഇത്തരത്തിലൊരു സംഭവം ഇനി ഇങ്ങനെയൊരു സൗമ്യ എന്നൊരു പെൺകുട്ടി ഉണ്ടാകാൻ പാടില്ല. അതിനെ തുടർന്ന് തന്നെ ഇപ്പോൾ ഈ നടന്ന സംഭവത്തിൽ ആ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും തുടർ നടപടികളൊക്കെ ഉണ്ടാകും. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര MP, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.